الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സംഘർഷങ്ങൾക്ക് നടുവിലാണ്. പഴയതിനേക്കാൾ ശക്തമായി അവന്റെ ജീവിതത്തിൽ എത്രയെത്ര സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും സംഘർഷങ്ങൾ അവനെ രോഗികളാക്കി തീർത്തിട്ടുണ്ട്. അതിന്റെ ഒരു നേർക്കാഴ്ച മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെയുള്ള ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിലും ഒക്കെ നീണ്ടു നിൽക്കുന്ന അവരുടെ ക്യൂകൾ തന്നെയാണ്. അതിൽ പ്രായമുള്ളവരും മധ്യവയസ്കരും യുവാക്കളും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ആ ഒരു മേഖലയിൽ ഒരുപോലെ ഉണ്ട് എന്നതാണ് നമ്മെ ഏറെ ഭീതിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ മാനസികോല്ലാസവും ലക്ഷ്യബോധവും ജീവിതത്തിൽ സംതൃപ്തിയും ലഭിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി കൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. എന്തിനാണ് വിദ്യാഭ്യാസം നേടിയത്, എന്തിനാണ് കച്ചവടക്കാരനായത്, എന്തിനാണ് വിവാഹം കഴിച്ചത്, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു മറുപടി സ്വസ്ഥതയുള്ള, സുഖമുള്ള, ആശ്വാസമുള്ള, സംതൃപ്തിയുള്ള ഒരു ജീവിതം എനിക്ക് ലഭിക്കണം എന്ന്. സഹോദരങ്ങളെ, മഹാഭൂരിപക്ഷത്തിനും അത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഇസ്ലാം നമ്മോട് സംസാരിക്കുന്ന ചില പരിഹാരങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ ചില പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരിഹാരം. അല്ലാതെ മരുന്നും അസ്വസ്ഥതയും അല്ല. എന്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാര മാർഗം സ്വീകരിക്കാൻ പറ്റും? അതിൽ ചില മേഖലകൾ, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ ചില മേഖലകൾ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്ന, മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം
ലഭിക്കുന്ന വരുമാനം ആവശ്യങ്ങൾക്ക് തികയാതെ വരുന്നു എന്നതാണ്. പിന്നീട് എന്താണ് അയാളെ സംഘർഷത്തിലേക്ക് എത്തിച്ചത്? അവൻ കടം വാങ്ങുന്നു, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി പലിശ ഇടപാടുകൾ നടത്തുന്നു, അവൻ അരുതാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. എന്തു സംഭവിക്കുന്നു? അവൻ സമ്പൂർണമായി അസ്വസ്ഥതയിലേക്കാണ് എത്തിച്ചേരുന്നത്. കടത്തിലേക്കും ബാങ്ക് ജപ്തിയിലേക്കും പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് പരിഹാസങ്ങളുടെ കുത്തുവാക്കിലേക്ക്, ശാരീരിക പീഡനങ്ങളിലേക്ക് ഒക്കെ അവൻ എത്തിക്കും. മനസ്സിൽ ചെറിയ ഒരു അഭിമാനമുള്ളവൻ കുടുംബസമേതം ആത്മഹത്യ ചെയ്യും. ഈ ദുരന്തം നമ്മിലേക്കും എത്തും. കാരണം ഏറ്റവും വലിയ ദുരഭിമാനികൾ നമ്മളാണ് എന്നതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഔസാനി അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത കുറേയധികം ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് ഇത്. എപ്പോഴും ജീവിതത്തെ നീ കാണുമ്പോൾ നിന്നിലേക്ക് നോക്കുന്നതോടൊപ്പം നിന്റെ താഴെ ഉള്ളവരിലേക്കാണ് നീ നോക്കേണ്ടത്. ഒരിക്കലും നിന്നേക്കാൾ അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്കല്ല. അത് നിന്നെ പ്രയാസത്തിലാക്കും എന്നാണ്. ഇങ്ങനെ തന്റെ താഴെയുള്ള ആളിലേക്ക് ഒരാൾ നോക്കാൻ ശ്രമിച്ചാൽ അയാൾക്കൊരു വല്ലാത്ത മനസ്സ് അല്ലാഹു നൽകും. എന്താ മനസ്സെന്നറിയോ? തന്നേക്കാൾ അനുഗ്രഹം ലഭിക്കാത്തവനോട് അവന് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന അവന്റെ മനസ്സിൽ നിന്നുണ്ടാകും ആദ്യം. പിന്നീട് തനിക്ക് എങ്ങനെ അയാളെ സഹായിക്കാൻ സാധിക്കും എന്നതാണ്. അവിടെയാണ് കിഡ്നി തകരാറിലായ ഒരു സുഹൃത്തിനു വേണ്ടി ബക്കറ്റ് പിടിച്ചു നിൽക്കുന്ന തന്റെ ഒരു സഹോദരനെ റോട്ടിൽ കാണുമ്പോൾ അറിയാതെ ബ്രേക്ക് ചവിട്ടും. അവൻ തന്റെ മനസ്സിൽ നിന്ന് തൃപ്തിയോടുകൂടി ഒരു സംഖ്യ കൊടുക്കും. അതിനു മുമ്പിൽ എന്താ അറിയാം? പ്രശ്നേ, എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു പ്രശ്നമല്ല, അല്ലാ അത് മുടക്കിപ്പോയല്ലോ നീ പരീക്ഷണമായിട്ട്, അവന് ശിഫ നൽകണേ, ആശ്വാസം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഔസാനി ബിഹബ്ബിൽ മസാക്കി, സാധുക്കളോടുള്ള മുഹബ്ബത്ത്, നിന്റെ ഇഷ്ടം നിനക്ക് ഉണ്ടാവണം. മാത്രമല്ല, ഇഷ്ടം മാത്രമല്ല, വദ്ദുനുവ്വി മിൻഹും, അവരെ നീ ഏറ്റെടുക്കുകയും ചെയ്യണം. ഇത് ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. സഹോദരങ്ങളെ, സാധുക്കളെ സഹായിക്കണമെങ്കിൽ അവരിലേക്ക് നോക്കണം, അവരെ വിലയിരുത്തണം, സ്വന്തത്തിലേക്ക് നോക്കണം, എന്നെ വിലയിരുത്തണം. എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് ഓർമ്മ വരികയും അത് ലഭിക്കാതെ പരീക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് ആശ്വാസം ലഭിക്കാൻ ആഗ്രഹമുണ്ടാവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ മനസ്സ് അങ്ങനെയല്ല. വാപ്പ മരിക്കോളം മക്കള് പോലും ചിന്തിക്കൂല, എനിക്ക് കിട്ടിയതിന് ഇങ്ങനെ ഫഹ്ർ നടിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ആരെങ്കിലും ഒന്ന് മരിച്ചാൽ പിന്നെ എത്തിക്കാനൊക്കെ ടോക്കൺ എടുത്ത് അവിടെ 10,000 ചെലവഴിച്ച് ചോറ് കൊടുക്കുന്നിടത്തേ ഉണ്ടാവുള്ളൂ. അത് മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഇന്ന് പലപ്പോഴും സഹോദരങ്ങളെ, ചാരിറ്റി ഒരു അലങ്കാരമായി കൊണ്ടിരിക്കുന്നു. കുറ്റപ്പെടുത്തൽ, ഒരു അലങ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്നു, 4 ആളുകൾക്ക് മുമ്പിൽ പറയാം. അല്ലെങ്കിൽ അതൊരു സൊസൈറ്റിയിൽ ഞാൻ അതിന്റെ വലിയ ആളാണെന്ന് പറയാം. നല്ലതാണ്, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ചാരിറ്റി എന്ന വാക്ക് അത് സ്വന്തത്തിന്റെ സമ്പാദ്യമായി കാണുന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത് എന്നർത്ഥം. അവിടെയാണ് ഈ ഹദീസ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഉൻദുറൂ, സഹോദരങ്ങളെ, റസൂലുള്ളാഹിയാണ് പറയുന്നത്. ഉൻദുറൂ, നോക്കൂ, നോക്കാനുള്ള കൽപ്പനയാണ്. ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ ഇലാ മൻ ഹുവ ഫൗഖകും. മുകളിലേക്കുള്ളവരിലേക്ക് നോക്കണ്ട, അത് അവർക്കുള്ള പരീക്ഷണമാണ്. നീ നിന്നേക്കാൾ കുറഞ്ഞവരിലേക്ക് നോക്ക്. അങ്ങനെ നീ ശീലിച്ചാൽ ഫഇന്നഹു അജ്ദറു അൻ ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. റഹ്മാനായ റബ്ബ് നിനക്ക് എന്തൊക്കെ നിഅമത്താണ് തന്നത് എന്ന് നിനക്ക് അപ്പോഴേ കാണാൻ പറ്റൂ. അപ്പോഴേ എനിക്ക് മനസ്സിലാകൂ എന്തൊക്കെയാണ് അള്ളാഹ് എനിക്ക് തന്നത് എന്ന് അപ്പോഴേ ബോധ്യപ്പെടും. അപ്പൊ നീ നന്ദി കാണിക്കുന്നവനായിരിക്കും, നീ ശുക്ർ കാണിക്കുന്നവനായിരിക്കും, റഹ്മാനായ റബ്ബിനോട് കൂടുതൽ അടുക്കുന്നവനായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു പരിഹാരം. രണ്ടാമത് സഹോദരങ്ങളെ, പലപ്പോഴും സാമ്പത്തിക ഇടപാടുകളും മറ്റും ക്രയവിക്രയങ്ങളിലും നമ്മളൊന്ന് അതിരുവിട്ടാൽ പിന്നെ നമ്മുടെ നാവിന്റെ ലൈസൻസ് നഷ്ടപ്പെടും.
എന്താ നാവിന്റെ ലൈസൻസ്? നാവിന്റെ നിയന്ത്രണം എന്താ? കളവ് പറയാതിരിക്കുക എന്നതാണ് നാവിന്റെ ഏറ്റവും വലിയ ഗുണം. നാവ് കൊണ്ട് കളവ് പറയില്ല എന്ന് തീരുമാനിക്കലാണ് ഒരാൾ നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ സാലിഹാത്ത്. ആ ബന്ധം, ആ നാവിനോടുള്ള ആ കാര്യം നമുക്കങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം തീരുമാനിക്കണം കളവ് പറയൂല. കാരണം കടം വാങ്ങിയതിനോട് പിന്നെ മറ്റൊന്ന് കാണുമ്പോൾ വേറെ 100,000 കളവ് പറയേണ്ടി വരും. തന്റെ ജീവിതത്തിൽ കടം കിട്ടണമെങ്കിൽ ആവശ്യം പറഞ്ഞാൽ കിട്ടൂല, വീടിന്റെ മോഡിഫിക്കേഷൻ കിട്ടൂല. അപ്പോ വീട്ടിലെ രോഗിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. മെഡിക്കൽ കോളേജിലെ അഡ്മിറ്റിനെ കുറിച്ച് പറയേണ്ടി വരും. ഒന്നും ഉണ്ടാവില്ല, നോണ പറഞ്ഞുകൊണ്ടേ. റസൂലുള്ളാഹി പറയാം, പറഞ്ഞ കളവ് മൂടി വെക്കാൻ കൂടുതൽ കളവ് പറയേണ്ടി വരും. അത് അവനെ മാനസിക രോഗിയാക്കും, മനക്ലേശത്തിലേക്ക് എത്തും. റസൂലുള്ളാഹി പറഞ്ഞു, അൻ അഖൂലൽ ഹഖ്, നീ സംസാരിക്കണേ സത്യം മാത്രം പറയാം. വൈൻകാന മുറ, അതുകൊണ്ട് നിനക്ക് കയ്പ് അനുഭവപ്പെട്ടാലും ഒരു പ്രയാസം അത് മുഖേന ഉണ്ടായാലും നീ കളവ് പറയില്ല, സത്യം മാത്രമേ പറയൂ എന്ന് തീരുമാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയുന്നവന്റെ കൂലിയെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? സ്വർഗത്തിലെത്തുന്ന. ദുനിയാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പറഞ്ഞിട്ടില്ല. എന്താ അറിയോ? ഖാല റസൂലുള്ളാഹി അലൈക്കും ബിസ്സിദ്ഖ്. അലൈക്കും എന്ന വാക്കിന്റെ പ്രയോഗം എന്താ അറിയോ? നിർബന്ധം എന്നാണ്. ഫറൽ. അലൈക്കും ബിസ്സിദ്ഖ്. വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗുണമായ സൽസ്വഭാവങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്ന് അസ്വിദ്ഖ്, നിങ്ങൾ സത്യസന്ധരാവുക എന്നതാണ്. ഫഇന്ന അസ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ യഹ്ദീ, അത് നിങ്ങളെ നേർവഴിയിലേക്ക് ഇലൽ ബിർ, പുണ്യം ചെയ്യാൻ, പുണ്യത്തിലേക്ക് മാത്രമേ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കൂ, അത് അവിടേക്ക് എത്തിക്കും. വഇന്നൽ ബിർ, നിങ്ങൾ പുണ്യവാന്മാരായാൽ യഹ്ദീ ഇലൽ ജന്ന, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സത്യസന്ധനായി ഇങ്ങനെ ജീവിച്ചാൽ യതഹറാ അസ്ദിഖ്, അല്ലേ, ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അല്ലാഹു അവനെ ശ്രേഷ്ഠമായൊരു നാമകരണം ചെയ്യും. എന്താ സിദ്ദീഖ്. വിശ്വാസികളെ, ഇന്നങ്ങൾ മരിച്ചാൽ അള്ളാന്റെ കിതാബ് കാണുമ്പോ എന്റെ പേര് സിദ്ദീഖാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരുങ്ങിയോ? ശ്രദ്ധിച്ചോ? വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലും ഇത് ഒരു പരിഹാരം. നമ്മൾ സത്യസന്ധരാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ഇടപാടുകളിൽ, കച്ചവടത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ വീട്ടിൽ നമ്മൾ നിർഭയരായിരിക്കും. ഭാര്യയുടെ അടുത്ത് നിർഭയരായിരിക്കും, മക്കളുടെ അടുത്ത് നിർഭയരായിരിക്കും. ഒരു പേടി വേണ്ട. വാപ്പാനെ വിശ്വാസമായിരിക്കും, ഉമ്മാനെ വിശ്വാസമായിരിക്കും. എവിടെ നഷ്ടപ്പെട്ടോ നരകത്തിലേക്ക്. വഇയ്യാകുൽ കദിബ്, കളവ് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. കളവുമായി ബന്ധപ്പെട്ടത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല, വ്യവഹാരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫഇന്നൽ കദിബ്, നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ യഹ്ദി ഇലൽ ഫുജൂർ, അത് നിങ്ങളെ ഫുജൂറിലേക്കാണ് എത്തുക. ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തന്നാണ്, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഫഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്ക് എത്തിക്കും, നരകത്തിലേക്ക് എത്തിക്കും. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അവന്റെ പേരിനെ അല്ലാഹു മാറ്റും, നുണയൻ. അവന്റെ ഫസ്റ്റ് പേജ് അല്ലാഹു പരലോകത്ത് വെക്കുമ്പോ നുണയനാ, സ്വർഗ്ഗമല്ലല്ലോ. അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നാ കിതാബിന്റെ മുകളിൽ നമ്മളെ പേരിന്റെ കൂടെ സിദ്ദീഖ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, വല്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിലെ ടെൻഷൻ ഫ്രീ ആകണോ? അതല്ലേ നമ്മളെ പ്രശ്നം. നുണ പറയുന്നത് തീരുമാനിക്കാം. അതിങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ നമുക്ക് പറ്റും. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാം, നിസ്കരിക്കാം, നോമ്പ് നോൽക്കുക, എല്ലാവരും പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഓതി പഠിപ്പിക്ക, വകൂനൂ, നിങ്ങളായിരിക്കണം സ്വാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, സത്യസന്ധരുടെ കൂടെ നിങ്ങളായിരിക്കുക എന്നാണ്. ഈ ആയത്തിനെ പല വിധത്തിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിനെയും സുന്നത്തിനെയും യഥാവിധി പിൻപറ്റുന്നവരുടെ കൂടെ നിങ്ങളായിരിക്കുക, അവരെ കൂടെ നമ്മളാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയായിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്. 3 സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടാകും, പക്ഷേ നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിനോടുള്ള ഒരു പിണക്കം, നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്തും, അല്ലെ? ഒരു കല്യാണത്തിന് പോയാൽ സന്തോഷിക്കാൻ പറ്റൂല, ഒരു മരണ സദസ്സിൽ പോയാൽ സന്തോഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ സംഘർഷം അനുഭവിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്ത് പലരും എത്തും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അൻ അസ്ല റഹ്മി, റസൂലുള്ള പറയാ എന്ത് ചെയ്യണം? എന്റെ കുടുംബ ബന്ധം ചേർക്കണം. വ ഇൻ അദ്ബർതു, അവർ നിന്നെ അവഗണിച്ചാലും, നിന്നെ അവർ അവഗണിച്ചാലും നിന്നെ അവർ പരിഗണിക്കുന്നേ ഇല്ല, നിനക്ക് തെറ്റാൻ പാടില്ല. അപ്പൊ നിനക്ക് ഏത് സദസ്സിൽ ചെന്നാലും എവിടെ ചെന്നാലും നിനക്ക് സന്തോഷിക്കാൻ പറ്റും. എവിടെ നിന്നാലും നീ രോഗിയായി, കിടപ്പായി, പ്രയാസം വന്ന് ബുദ്ധിമുട്ടായി, കുടുംബത്തോട് എനിക്ക് എല്ലാ ബാധ്യതയും തീർത്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സഹാബി വന്നിട്ട് പറയാ, റസൂലേ, ഞാൻ എന്നെ മുസ്ലിം ആയതിനു ശേഷം എന്റെ കുടുംബത്തിലൊക്കെ ഞാൻ പോകും, എല്ലാവരോടും സംസാരിക്കും, പക്ഷെ എന്നെ അങ്ങോട്ട് അവഗണിക്കും. മാത്രല്ല, എന്നെക്കാൾ പ്രായം കുറഞ്ഞവരെ വിട്ട് അവരെന്നെ പരിഹസിക്കും. ഞാൻ സലാം പറഞ്ഞ നല്ല കാര്യം പറഞ്ഞ അവർ കേൾക്കൂല. ഞാൻ എന്താ തിരിച്ചു പോന്നോട്ടെ, അവരെന്നെ അവഗണിച്ചോട്ടെ. റസൂലേ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞേ? നീ ചെയ്താ ശരി, നീ അവിടെ തന്നെ നിൽക്കണം, അവരോട് സംസാരിക്കണം, അവരോട് ഇടപെടണം. നീ എന്താണോ ചെയ്യുന്നത് അതേപോലെ നീ ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ അതുകൊണ്ട് കിട്ടുക? സ്വസ്ഥതയും സമാധാനവും നാളെ പരലോകത്ത് സ്വർഗവും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ ഈ കുടുംബത്തിലുള്ള ചെറിയ വിള്ളലുകൾക്ക് പിന്നാലെ അത് കട്ടികൂട്ടല്ലേ, അതൊന്ന് അവഗണിച്ച് അവരോടൊന്ന് അടുത്ത് പെരുമാറി ജീവിക്ക്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യൂല, പക്ഷേ ഖാല മൻ സർറഹു അയ്യുമദ്ദ ലഹു ഫി ഉംരി, ഒരാൾക്ക് അയാളുടെ ആയുസ്സിന് ദീർഘം ലഭിക്കണം, നല്ല ആയുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വയുവസ്സഅ ലഹു ഫി റിസ്ഖി, അവന്റെ ഉപജീവനത്തിൽ അവന് വിശാലത ലഭിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വയുദ്ഫഅ അൻഹു മീതത്തുസ്സു, ഒരു ആളുകൾ കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ദുർമരണം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പ്രയാസകരമായ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് ഗുണമുണ്ടായാൽ മതി. അള്ളാഹനെ സൂക്ഷിച്ച് ശരിക്ക് ജീവിക്കുക, നിസ്കാരവും നോമ്പും സക്കാത്തും വിശ്വാസവും തൗഹീദും ഒക്കെ ഉറപ്പിക്കുക. എന്നിട്ടോ വലിയസുൽ റഹ്മ, തന്റെ കുടുംബ ബന്ധത്തെ ശരിക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അത് ചേർക്കുക, വിള്ളാനേക്കാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, സ്വർഗം കിട്ടും. നാലാമത്തെ ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, അവരിൽ നിന്ന് അവൻ എന്തേ എനിക്ക് തന്നില്ല, അവൻ എന്തേ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചു, ഒന്നുമില്ല. ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്വയം പര്യാപ്തനായി നമ്മൾ ജീവിക്കുന്നില്ല. ഒന്നും ഒരാളിൽ പ്രതീക്ഷിക്കുമ്പോഴല്ലേ കിട്ടലിനെ കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എന്താ അറിയോ? അല്ലാ അസ്അലന്നാസ ശൈഅ, നീ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്. അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം അല്ലാ അസ്അലന്നാസ ശൈഅ. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കിയ സഹോദരങ്ങളെ, അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായാലും എന്താ, വലിയ ബിൽഡിംഗ് ഉണ്ടായാലും എന്താ, നമ്മൾ ഒന്നുമില്ല, ഒന്നും ചോദിക്കാതിരിക്കുക. ആനുകൂല്യം പറ്റിയാൽ അവരോട് നമുക്ക് വിധേയപ്പെടേണ്ടി വരും എന്നതാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം വിശ്വാസികളെ, നമ്മൾ ഇരട്ട മുഖം സ്വീകരിക്കാതിരിക്കുക. രണ്ട് മുഖം. ശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് സ്വീകരിക്കുക. അള്ളാഹനെ മാത്രം നമ്മൾ ആരാധിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ വ്യക്തിത്വത്തോടു കൂടി ജീവിച്ചാൽ എന്തൊക്കെ ദുനിയാവിൽ പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ ആരൊക്കെ ആക്ഷേപിച്ചു, ഭരണകൂടം തന്നെ നമുക്കെതിരെ തിരിഞ്ഞു, ഒരു പേടി വേണ്ട. ശുദ്ധമായ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അല്ലാ അഖാഫു ഫില്ലാഹ് ലൗമത്ത ലായിം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ശുദ്ധ മനുഷ്യനായി നീ ജീവിക്കാം. കരുത്തുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നിർഭയത്വവും നാളെ പരലോകത്ത് സ്വർഗ്ഗവും നൽകും. മാത്രമല്ല, ഒന്നുകൂടി ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യാം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അധികമായി നമ്മൾ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അൻസ്തക്സിർ ഫി ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ നിന്റെ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടുന്ന ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെന്തെന്നല്ലോ, കെൻസിൽ ജന്ന, അത് അള്ളാന്റെ സ്വർഗത്തിലെ കെൻസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
റഹ്മാനായ റബ്ബ് മതി എനിക്ക് എന്ന പ്രഖ്യാപനമാണ്. അല്ലെ, ദുൽഹജ്ജ് മാസത്തെ പ്രതീക്ഷിക്കുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് കൂടുതൽ ഓർക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന മനക്കരുത്തുള്ളൊരു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്കല്ല മതി, റഹ്മാനായ റബ്ബ് മതി, എന്റെ വലിയ അള്ളാഹുവാണ്, എന്റെ രക്ഷാധികാരി അള്ളാഹുവാണ്, അവന്റെ തൃപ്തിക്കപ്പുറത്തേക്ക് ഒന്നും എനിക്ക് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഈ ദുനിയാവിലെ എത്ര ദാരിദ്ര്യം പിടിച്ചവനാണെങ്കിലും ജോലിയില്ലാത്തവനാണെങ്കിലും മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടേണ്ടവനാണെങ്കിലും സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് വ അത്തൂബു ഇലൈഹി എന്ന് പ്രാർത്ഥിച്ച് അവൻ പുഞ്ചിരിയോടുകൂടി ജീവിക്കും. നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഈ സൗഭാഗ്യങ്ങൾക്ക് നടുവിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്, ഉറങ്ങാൻ സാധിക്കാത്തവരാണ്. ദേഷ്യവും വെറുപ്പും വിദ്വേഷവും നമ്മെ കാർന്നു തിന്നുന്ന മാരക രോഗങ്ങളായി കടന്നു വന്നിരിക്കുന്നു. വിശ്വാസികളെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്കുള്ള തിരിച്ചു നടത്തമാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ള മോചനം എന്നറിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഹജ്ജിനു വേണ്ടി ധാരാളം ആളുകൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ആളുകൾ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ഹജ്ജും ഉംറയും പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും ഹജ്ജിനൊരുങ്ങി യാത്ര പുറപ്പെടാൻ യാത്ര പറയവേ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് അത്തരം ആളുകളുടെയൊക്കെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഈ ദുൽഹജ്ജ് മാസത്തെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. അല്ലയോ പ്രവാചകരെ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു എന്ന്. കൗസർ നൽകിയിട്ടുണ്ട് പ്രവാചകരെ എന്നാണ്. നുബുവത്തും എല്ലാം. അവിടെ ഒരു ധനവും നൽകാതെ ദാരിദ്ര്യം മാത്രം നൽകി മരണപ്പെട്ടു പോയ ഒരു പ്രവാചകനാണ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പവിത്രമായ വിശ്വാസവും അനുഷ്ഠാനവും നമുക്ക് അള്ളാഹു സമ്മാനമായി നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്താണ് പ്രവാചകനോട് ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി പറയുന്നത്? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. വൻഹർ. ഹജ്ജിന് യാത്രക്ക് പോകാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം, അതിനാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളിൽ നാം ചെയ്യേണ്ടത് ബലിയറുക്കുവാൻ വേണ്ടി ഒരുങ്ങുക എന്നതാണ്. അതിനെ താക്കത്തുള്ളവർ അത് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനവർ തെളിവ് പിടിക്കുന്ന ഒരു ഹദീസ്, മൻകാന ലഹു സഅത്തുൻ, ഒരാൾക്ക് അതിനുള്ള സൗഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ അനുഗ്രഹം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് അറുക്കുന്നില്ലെങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ എന്റെ മുസല്ലയിലേക്ക് വരേണ്ടത്. ഈദ്ഗാഹിലാണ് നമസ്കാരം. അള്ളാന്റെ റസൂല് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളോടും ആർത്തവമുള്ള സ്ത്രീകളും അവിടെ ഹാജറാകണം. അത്ര സ്നേഹത്തോടു കൂടി പ്രവാചകൻ വിളിച്ച ആ സദസ്സില് എന്റെ സദസ്സിക്ക് വരണ്ട. അത്യാവശ്യം സാമ്പത്തിക സ്വസ്ഥതയുള്ള ആളുകൾ ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് മനസ്സിൽ കൈവച്ചൊന്ന് പരിശോധിക്കാം, ഇതിനൊക്കെ പറ്റും അല്ലെ? പലപ്പോഴും അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദീകരിക്കാൻ അടുത്ത ഖുതുബകളിൽ. 2 വയസ്സ് തികഞ്ഞ മാടായിരിക്കണം, അതിൽ താഴെ പറ്റില്ല. പലരും അതിലൊക്കെ കുറെ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഏതൊരു മാടാണോ അതിൽ 7 വരെ ചേരാം. ഒന്നിച്ചു വാങ്ങി ഒന്നിച്ചറുക്കലല്ല. ആ 7 എണ്ണത്തിൽ എത്ര ആളാണോ, 7 പേരാണോ 5 ആണോ, അത് നിജപ്പെടുത്തി ഇന്ന ആളുകളുടെ ഇന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞ് വേർപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്.
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. 6 മാസം പൂർത്തിയാകാത്ത ആടിനെയും അറുക്കാൻ പാടില്ല. മാത്രമല്ല ഒരു ന്യൂനതയില്ലാത്തതായിരിക്കണം നമ്മൾ അറുക്കേണ്ടത്. ഞാൻ ഈ സൂചിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മളൊക്കെ ഒരു 10,000, 25,000, 50,000, 1,00,000 ശമ്പളം വാങ്ങും, അതിന് മുകളിലൊക്കെ സമ്പാദിക്കുന്ന ആളുകളാണ്. പക്ഷെ ഉദ്ഹിയ്യത്തിന്റെയും ദീനിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് ദുനിയാവിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് നിർബന്ധമായ ബാധ്യതകളെ പൂർത്തീകരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ മഹല്ലിൽ ഇൻഷാ അല്ലാഹ് 10,000 രൂപ ഷെയർ ചേർത്തുകൊണ്ടുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തമായി മാട് വാങ്ങാൻ കഴിയുന്ന അങ്ങനെ വാങ്ങണം, അതുപോലെ ഇങ്ങനെ ഷെയർ ചേരാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. നമ്മുടെ നാടുകളിൽ, മഹല്ലുകളിൽ അതിൽ നമ്മൾ പങ്കാളികളാകണം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി, അള്ളാഹു തന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടി ത്യജിച്ച ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മകളിൽ ഞാനും ഇതാ ദൃഢമായി തീരുമാനിക്കുന്നു, ഞാൻ ഈ ദുനിയാവിനെ ആർത്തിയോടുകൂടി സ്വീകരിക്കുന്നവനല്ല, അള്ളാഹു അനുവദിച്ചതുപോലെ സ്വീകരിക്കുന്നവനും നാളെ പരലോകത്തെ എന്റെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനും ആണ് എന്ന് തീരുമാനിച്ചാൽ ദുനിയാവും നമുക്ക് സ്വസ്ഥതയായിരിക്കും, ആഖിറവും നല്ല സന്തോഷമായിരിക്കും. അങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. സ്വസ്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ആർജവത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് അത് ഉൾക്കൊണ്ട് അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രതാപത്തിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും റഹ്മാനായ റബ്ബ് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സഹോദരങ്ങൾ റഹ്മാനായ റബ്ബിന്റെ ഫദ്ല് കൊണ്ട് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുത്ത് റഹ്മാനായ റബ്ബ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.